ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. നമ്മൾ ഈ 4 കാര്യങ്ങളാണ് പറയാ. പറഞ്ഞായിരുന്നു. 4 കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാല് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാല് നമ്മളെ ഈശോയ്ക്ക് മഹത്വം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന് വന്ദനം എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. പിന്നെ ആവേ മരിയ, പരിശുദ്ധ അമ്മേനെ സ്വാഗതം ചെയ്യണം. പിന്നെ ഇമ്മാനുവൽ എന്ന് പറയണം. അപ്പോ നമ്മള് ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ വേണ്ടേ? പിന്നെ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും ഈശോയും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടുണ്ട്. അപ്പോ അവർക്ക് മഹത്വം കൊടുത്തിട്ടാണ് നമ്മള് സംസാരിക്കാനും പറയാനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഫോൺ വിളിച്ചാലും നേരിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സാഹചര്യം പോലെ ചിലപ്പോൾ സമയമില്ലാത്തതിന്റെ അതിന്റെ അങ്ങനത്തെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പ്രൈസ് മാത്രം പറയും. അപ്പോ അത് നമ്മുടെ വിസ്ഡം ഫയർ, ആ ബുക്കിന്റെ പേര് കണ്ടില്ലേ? വിസ്ഡം ഫയറിലൂടെ ഈശോയെ അറിയാനും ഈശോയെ കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ ഇടവരുത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് എല്ലാവർക്കും കൊടുക്കണേ. ആർക്കും മാറ്റി കൊടുക്കുന്നൊന്നുമില്ല. വചനം വായിക്കാനുള്ള വചനഭാഗവും എല്ലാവർക്കും ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അതും മാറ്റി കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആയുസിന്റെ അത്രയും സമയം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത്രയും കാലം വേറെ വായിക്കാനൊക്കെ സമയം കിട്ടിയില്ലേ? എന്നിട്ട് വായിച്ചോ ഇല്ലയെന്ന് അവര് തീരുമാനിച്ചാൽ മതി, കേൾക്കണവര്. ആരോടാണോ സംസാരിക്കുന്നത് അവരോട്. അപ്പോ ഇത്രയും കാലം അത് വായിക്കാനോ പിടിക്കാനൊക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. ഇനി ഈ സമയം ഇപ്പോ വിസ്ഡം ഫയറിന് നിങ്ങളെ അനുവദിച്ചു തന്നിട്ടുള്ള സമയമാണ്. അപ്പോ അനുവദിച്ചു തന്ന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം അനുസരിച്ച് തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ തന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം. ഈ വചനവും വാഗ്ദാനവും കൽപ്പനയും ദൈവത്തിന്റെ നിയമവും വെച്ചിട്ട് സ്വർഗത്തിന്റെ ശബ്ദം വിശ്വസിച്ചാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനും ദൈവത്തിൽ ശക്തി പ്രാപിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഭരണം നടത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. പിന്നെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. അപ്പോ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള ഒരു ഉറപ്പിലേക്കും ബോധ്യത്തിലേക്കും തിരിച്ചറിവിലേക്കാണ് നമ്മൾ എല്ലാവരും കൊണ്ടുവരുന്നത്. ഈ അറിവ് വേണ്ടേ? ഇപ്പൊ നമ്മൾ പറയില്ലേ എനിക്ക് വേണ്ടി, അപ്പൊ നമ്മള് ബ്രദർമാരെ കാണുമ്പോ അച്ഛന്മാരെ കാണുമ്പോ സിസ്റ്റേഴ്സ് കാണുമ്പോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. അപ്പോ ആത്മായരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ സന്യസ്തരും അല്ലെങ്കിൽ വചന പ്രഘോഷകരും ശുശ്രൂഷകരും ഇനി അച്ഛന്മാരും അതല്ല മാനദണ്ഡം ദൈവത്തിന്റെ. ദൈവം ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കാനുള്ള മാനദണ്ഡം ഈ മേഖലകളല്ലാന്ന്. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, വിശുദ്ധി കൂടാതെ ദൈവത്തെ സമീപിക്കുക സാധ്യമല്ല. അപ്പൊ വിശുദ്ധി ഇല്ലാത്ത ഒരുത്തനും ദൈവത്തെ സമീപിക്കാൻ പറ്റില്ല. അച്ഛനായാലും കപ്പ്യാരായാലും മാർപ്പാപ്പയായാലും കർദിനാളായാലും ബിഷപ്പായാലും ഇനി കപ്പ്യാരായാലും ശരി, സിസ്റ്ററായാലും കന്യാസ്ത്രീയായാലും ആത്മായ സഹോദരൻ വചന പ്രഘോഷകനായാലും ആര് തന്നെയാണെങ്കിലും വിശുദ്ധി കൂടാതെ ദൈവത്തെ സമീപിക്കുക ആർക്കും സാധ്യമല്ല. വിശ്വാസം കൂടാതെ അവിടുത്തെ പ്രസാദിപ്പിക്കുക ആർക്കും സാധ്യമല്ല. അപ്പൊ ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ടും വേണം. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് നമ്മളോട് വചനം പറയുന്നുണ്ട്, അബ്രഹാത്തെ കുറിച്ച് പറയുന്നത് വിശ്വാസികളുടെ പിതാവാണെന്ന് അബ്രഹാം പറയുന്നുണ്ട്. അപ്പോ ഒരു സാധ്യത ഇല്ലാത്ത സമയത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 90ാമത്തെ വയസ്സിലാ പറയണത് നിനക്കൊരു മകൻ ജനിക്കണം. നിനക്കൊരു മകൻ ജനിക്കുമെന്ന് 90ാമത്തെ വയസ്സിൽ പറയുന്ന സമയത്ത് സാറയ്ക്ക് 80 വയസ്സുണ്ട്. 80 വയസ്സുള്ള സാറയ്ക്ക് മകൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോ സാറ ചിരിച്ചു. എബ്രഹാം വിശ്വസിച്ചു. എബ്രഹാത്തിന്റെ വിശ്വാസമാണ് അവിടെ പരിഗണിക്കപ്പെട്ടത്. അപ്പൊ അതുപോലെ നമുക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത, ഒരു രക്ഷയും ഇല്ലാത്ത, ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മെ കൈപിടിച്ചുയർത്താനായിട്ട് ഈ ലോകത്തുള്ള ഒരുത്തന്റെയും സഹായമോ പരിചരണമോ അല്ലെങ്കിൽ സംരക്ഷണമോ അല്ലെങ്കിൽ ഒരുത്തന്റെയും സഹായം ലഭിക്കാൻ ഒരു സാധ്യതയില്ലാത്ത സമയത്ത് ദൈവം രക്ഷയ്ക്ക് കടന്നു വരും എന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു ബോധ്യം, തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതുകൊണ്ടാ പറഞ്ഞ ഈ ലോകത്തിന്റെ മുമ്പില് നമ്മുടെ സങ്കടങ്ങളോ വിഷമങ്ങളോ വേദനകളോ പരാതികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കണ്ണുനീരോ നമ്മള് ഒഴിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? നമുക്ക് പറയാനുള്ള കാര്യങ്ങള് പറഞ്ഞില്ലേ, നമ്മൾ ബൈബിള് തുറന്നു നോക്കിയ അവിടെ വെച്ച് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു. കർത്താവ് കേൾക്കും. നമ്മള് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവ് കേൾക്കും. മനസ്സിലായ? അവിടുന്ന് ചെവി ചായ്ച്ച് കേൾക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ചെവി ചായ്ച്ച് കേട്ടു എന്ന് വചനം പറയുന്നത്. മനസ്സിലായ? അവിടുന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്നവനാ. നമ്മൾ കക്കൂസിൽ വീണ് കിടന്നാലും കിണറ്റ് വീണ് കിടന്നാലും ഏത് പാതാളത്തിൽ വീണ് കിടന്നാലും അവിടെ നമ്മൾ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, 2 ദിവസം നമ്മൾ സംസാരിച്ചു. 2 ദിവസമായിട്ട് 25 പിശാചുകൾ പോയിട്ടുണ്ട്. മനസ്സിലായ? ഇത് ചുമ്മാ പറയുന്നതല്ലട്ടാ. നമ്മൾ കുരിശും പിടിച്ച് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ കുരിശും പിടിച്ച് വിട്ടുപോട്ടെ എന്നൊന്നും പറയണ്ട കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ ചുമ്മാ സാധാരണ സംസാരം പറയാറുള്ള കാര്യങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട് വചനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കേൾക്കുമ്പോ തന്നെ ഈ തരത്തിലുള്ള ഡെലിവറൻസ് നടക്കും. അത് പ്രത്യേകിച്ച് വിട്ടുപോകാനും ചാടിപ്പോകാനൊന്നും പറയണ്ടെന്ന്. അതിനാണ് പറയുന്ന വിശുദ്ധി നമുക്ക് വേണമെന്ന്. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം ഈ ഷിനോയിലൂടെയും അല്ലെങ്കിൽ വർഗീസിലൂടെയും പ്രവർത്തിക്കും ദൈവം. അപ്പൊ ദൈവത്തിന് വേണ്ടി വർഗീസിനെ ഏത് തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യാനാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്, അത്തരത്തിലുള്ള കൃപയായിരിക്കും ദൈവം നമ്മൾ വർഗീസിന് ഡെവലപ്പ് ചെയ്ത് തരിക. മനസ്സിലായ? പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മിൽ ഏറ്റവും ആദ്യത്തെ നമ്മുടെ അവിശ്രാന്തം നമ്മൾ ശരിക്കും പരിശ്രമിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധി നിറഞ്ഞു കഴിഞ്ഞാല് നമ്മിൽ ജീവൻ നിറയും. ജീവൻ വിശുദ്ധി നിറഞ്ഞാലാണ് ജീവൻ നിറയാ. മനസ്സിലായ? ജീവനില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ ആദ്യത്തെ ദിവസം സംസാരിച്ച് 2ാമത്തെ ദിവസം തന്നെ ഷിനോയെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. 2ാമത്തെ ദിവസം തന്നെ ഷിനോയുടെ മുഖം മാറിയിരുന്നു. ഷിനോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അത്? മുഖം മാറി. നമ്മുടെ ശാരീരിക ശേഷിക്കും മാറ്റം വന്നു. ഇത് എനിക്ക് ബോധ്യമായിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് അപ്പൊ നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മുടെ ഏത് തരത്തിലുള്ള ബലഹീനത ഉണ്ടെങ്കിലും ആ ബലഹീനതയില് കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ നമ്മൾ ആഗ്രഹിക്കണം. ഈശോ വ്യക്തമായിട്ട് വചനത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാവുക. അപ്പൊ നമ്മൾ ബലഹീനനായിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം കർത്താവിന് ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു ശക്തനായുള്ള ഒരു വ്യക്തിയാക്കി കർത്താവ് മാറ്റും നമ്മളെ. നമ്മൾ ബലഹീനനായിരിക്കുമ്പോൾ ബലഹീനനാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ അശക്തനാണ്, ദുർബലനാണ്, ബലഹീനനാണെന്നുള്ള വലിയ ഉറപ്പോടും ബോധ്യത്തോടും കൂടിയിട്ട് നമ്മള് കർത്താവിന് വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പ്രസാദിക്കും. നിന്റെ ബലഹീനതയിൽ കർത്താവ് ശക്തിയായിട്ട് മാറും. ഈ തികഞ്ഞ അറിവിലേക്ക് നമ്മൾ വരണം. അവിടെ പൗലോസ്ലീഹ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വചനത്തിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തോന്ന്, എന്റെ ബലഹീനതയെ കുറിച്ച് ഞാൻ കൂടുതൽ പ്രശംസിക്കുന്നു. മനസ്സിലായ? ആരെങ്കിലും നമ്മുടെ നാട്ടില് ബലഹീനത എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയോ? അതില്ല. അപ്പൊ പൗലോസ്ലീഹ പറയാണ്, ഞാൻ എന്റെ ബലഹീനതകളെ കുറിച്ച്, എന്റെ കുറവുകളെ കുറിച്ച്, എന്റെ കുഴപ്പങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ പ്രശംസിക്കുന്നു. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് എന്റെ കർത്താവ് എന്നിൽ ശക്തി പ്രകടിപ്പിക്കുന്നത്. കാര്യം മനസ്സിലായോ? അപ്പൊ ഈ കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഈ തിരിച്ചറിവിലേക്കും തികഞ്ഞ ബോധ്യത്തിലേക്കും നമ്മൾ വന്ന് പ്രാർത്ഥിക്കാനും ദൈവിക കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ, പോയവര് വടിമ പാമ്പ് പോലെ ആ നടക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിണ്ടോ?
ആ ഈ മുളകൊക്കെ വെച്ച് എലീനെയൊക്കെ പൊത്തിന്നൊക്കെ പുകച്ച് ചാടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ എന്ന് പറഞ്ഞ പോലെ സകല സാധനങ്ങളും എന്ന് പറഞ്ഞാല് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുട്ടിച്ചാത്തന്മാരൊക്കെ ചാടിപ്പോകും. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ മനസ്സിലായ? ആ നിക്കണോടത്ത് നിപ്പുറക്കില്ല, കിടക്കണോടത്ത് കിടപ്പുറക്കില്ല, ഉറക്കം വരില്ല. മനസ്സിലായ? വിഭ്രാന്തി പിടിച്ചിട്ട് പട്ടിക്ക് ചൂടുള്ള കഞ്ഞി, തിളച്ച കഞ്ഞി പട്ടിക്ക് കിട്ടിയ പോലെ പിന്നെ ഓടാൻ തുടങ്ങും. മനസ്സിലായ? ഈ അവസ്ഥയൊക്കെ ഉണ്ടാക്കാനായിട്ട് കർത്താവിന് പറ്റും. നമ്മള് അങ്ങോട്ടും കൂടെ കർത്താവ് പറയാണ്, നീ അങ്ങോട്ട് പോണ്ട, അവർ ഇങ്ങോട്ട് വരും. കർത്താവിന്റെ വചനമാണിത്, ഞാൻ പറയുന്ന വാക്കുകളല്ല. കർത്താവിന്റെ വചനം പറയാ, നീ അങ്ങോട്ട് പോണ്ട, അവര് ഇങ്ങോട്ട് വരും. കാരണം കർത്താവിന്റെ വചനം പറയുന്നത് അനുസരിച്ച് നിന്റെ ശത്രുവിനേക്കാൾ മുൻപ് നീ പോയി ദൈവവുമായി രമ്യതപ്പെട്ടുകൊള്ളുക. മനസ്സിലായ? അപ്പോ പുറത്തുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയുന്ന ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മയില്ലേ? പുറത്തുള്ള ആളുകളെല്ലാം നമ്മുടെ ശത്രു. മനസ്സിലായ? കർത്താവിന്റെ വചനം പറയാ, ഒരു ഭവനത്തിൽ 5 പേർ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ 5 ആളില്ലേ? വീട്ടിൽ 5 ആളില്ലേ? ആ അപ്പൊ ഒരു ഭവനത്തിൽ 5 പേർ ഭിന്നിച്ചിരിക്കും. എന്തിനു വേണ്ടിയാ ഭിന്നിച്ചിരിക്കാനാണോ നമ്മൾ ഒരുമിച്ച് കൂടിയത്? കർത്താവിന്റെ വചനം പറയാ, ഒരു ഭവനത്തിൽ 5 പേർ ഭിന്നിച്ചിരിക്കണം. അപ്പൊ ഭിന്നിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ബിനോയ് അല്ലെങ്കിൽ വർഗീസ് ഒറ്റയ്ക്കായപ്പോഴല്ലേ ദൈവത്തിലേക്ക് ഇപ്പൊ തിരിയാൻ ഇടയായത്? അപ്പോ ദൈവത്തിലേക്ക് തിരിയാൻ എന്താണോ പ്രവർത്തിക്കേണ്ടതെന്ന് കർത്താവിന് അറിയാന്ന്. കർത്താവിന് വചനം പറയാ, ഇതൊന്നും ചെയ്തത് അവരാരുമല്ല, നിന്റെ ഭാര്യയല്ല, മക്കളല്ല, അപ്പനല്ല, അമ്മയല്ല, സഹോദരങ്ങളല്ല, സഹോദരിയല്ല, പെങ്ങളല്ല, അളിയന്മാരല്ല, ആരുമല്ല. ഇതെല്ലാം ചെയ്തത് ഞാനാണെന്നാണ് കർത്താവ് പറയണേ. കർത്താവിനോട് പ്രതികാരം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇതെല്ലാം ചെയ്തത് ഞാനാണ്. ഭാര്യയല്ല, മക്കളല്ല, സഹോദരങ്ങളല്ല, സ്വന്തക്കാരല്ല, ബന്ധുക്കളല്ല. സ്വന്തക്കാരല്ല, ബന്ധുക്കളല്ല, സഹോദരങ്ങളല്ല, പെങ്ങളല്ല, അളിയനല്ല, ഒരാളും അല്ല ചെയ്തത്. ഇതെല്ലാം ചെയ്തത് ഞാനാണ്. ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് കർത്താവ് പറയുമ്പോ കർത്താവിനോട് പ്രതികാരം ചെയ്യാൻ തോന്നുന്നുണ്ടോന്നോ ചോദിച്ചത്? അപ്പോ കർത്താവ് ചെയ്യുന്ന എല്ലാ പരിപാടികളും, എല്ലാ കാര്യങ്ങളും, കർത്താവിന്റെ എല്ലാ പ്രവർത്തികളും ഒരു എന്താ പറയാ, അതിന് ഒരു രക്ഷാകരമായിട്ടുള്ള പദ്ധതി ഉണ്ടെന്നാ പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പെടുത്തൽ ഇതാണ്. ഒരു രക്ഷാകരമായിട്ടുള്ള പദ്ധതി ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ ആത്മാക്കളെ കുറിച്ചും ദൈവത്തിന് ശക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആരും നശിച്ചു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന്. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ കർത്താവ് ഈ പദ്ധതികളും പരിപാടികളും ഒപ്പിക്കണേ. വലിയ കുഴപ്പമില്ലാണ്ട് പോയി കഴിഞ്ഞാ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ പോവോ? അതില്ല, അത് നമ്മൾ ഓൾറെഡി ചുമ്മാ നമ്മളങ്ങ് പോകുന്നു. അതന്നെ പറഞ്ഞു, വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോവാണെങ്കിൽ ആരെങ്കിലും ദൈവത്തെ അന്വേഷിച്ച് പോവോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭവനത്തില് ഭിന്നിപ്പുണ്ടാകണം, ഇടർച്ചയുണ്ടാകണം, തകർച്ചയുണ്ടാകണം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകണം, രോഗങ്ങളുണ്ടാകണം, കഷ്ടപ്പാടുണ്ടാകണം, വേദനയുണ്ടാകണം, പ്രതിസന്ധികൾ ഉണ്ടാകണം. അപ്പോഴാണ് കർത്താവിലേക്ക് തിരിയെന്ന് തോന്നുള്ളൂ. മനസ്സിലായ? അപ്പൊ നമ്മുടെ വേദനകളെയോർത്ത്, സങ്കടങ്ങളെയോർത്ത്, പ്രതിസന്ധികളെയോർത്ത്, രോഗത്തെയോർത്ത്, നമ്മുടെ ശോചനീയ അവസ്ഥയോർത്ത്, അധപതിച്ചു പോയ നിമിഷങ്ങളെയോർത്ത്, നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായ നമ്മൾ ശത്രുക്കളെന്ന് നമ്മൾ കണ്ടിരുന്ന വ്യക്തികളെ ഓർത്തൊക്കെ ദൈവത്തിന് നന്ദി പറയണം. അനന്തകോടി നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, ഞാൻ അനന്തകോടി നന്ദി പറയുന്നു. എന്റെ തകർച്ചയോർത്ത്, രോഗങ്ങളെയോർത്ത്, ദുഃഖങ്ങളെയോർത്ത്, വിലാപങ്ങളെയോർത്ത്, സങ്കടങ്ങളെയോർത്ത്, എന്റെ പ്രിയപ്പെട്ടവരെയോർത്ത്, എന്റെ ശത്രുക്കളെയോർത്ത്, അപ്പനെയോർത്ത്, അമ്മയോർത്ത്, സഹോദരങ്ങളോർത്ത്, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത്, എല്ലാ തരത്തിലുള്ള എന്റെ ബന്ധങ്ങളെയോർത്ത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിന് ഞാൻ അനന്ത കോടി നന്ദി പറയുന്നു.
ഇത് നിരന്തരം പറയണം. അത് ശരി. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശത്രുക്കളാണ് നമ്മെ ദൈവത്തെ വിളിക്കാൻ ഇന്ന് ഇടയാക്കിയത്. അത് ശരിയാ. മനസ്സിലായോ? പിന്നെ ആ അപ്പൊ അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന്. നമ്മൾ നമ്മുടെ ശത്രുവിന്റെ അടുത്തേക്ക് നോക്കും അല്ലേ? ആ അപ്പൊ അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഇതെല്ലാം ചെയ്തത് ഞാനാണ്, ഞാൻ 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 തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ കർത്താവ് ഒരു വചനം കൂടി പറയുന്നത്, പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വിട്ടും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. മനസ്സിലായ? മനുഷ്യനോട് പകരം വീട്ടാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പകരം വീട്ടാൻ ഒരു പ്രതികാര ചിന്ത നമ്മിൽ ഉണർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിച്ചോണം, ഞാൻ എന്റെ ചെകുത്താന്റെ അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം. മനസ്സിലായിട്ടാ? പിശാജ് അല്ലെങ്കിൽ ലൂസിഫർ, സാത്താൻ അല്ലെങ്കിൽ അവന്റെ ആളുകളുമായി ബന്ധപ്പെട്ട ഈ ദുരാത്മാക്കൾ വസിക്കുന്ന ഒരുത്തനും ക്ഷമിക്കാനോ സഹിക്കാനോ കഴിയില്ല, സ്നേഹിക്കാനും കഴിയില്ല. ഇതൊക്കെ ഉണ്ടെന്ന് പറയാവര്, ഇതൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇതൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷെ ഒന്നും ഉണ്ടാകില്ല. എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പ്രണയമാണ്, അങ്ങനെയാണെന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും ഉണ്ടാകില്ല. പിന്നെ കുറെ കാശ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ അതൊക്കെ സ്നേഹം എന്നാണ് ആൾക്കാരുടെ ധാരണ. ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ, അവന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ അതൊക്കെ സ്നേഹമാണെന്നാണ് ആൾക്കാരുടെ ധാരണ. മനസ്സിലായ? അപ്പോ പണവും ധനവും വസ്ത്രവും ആഡംബരവും അല്ലെങ്കിൽ സ്വർണവും പൊന്നും ഇതും അല്ലെങ്കിൽ ലൗകിക സമ്പത്തും ഒക്കെയാണ് സ്നേഹം എന്ന് വിചാരിച്ചിട്ടാ ഈ ലോകത്തിന്റെ മക്കൾ ഇരിക്കണം. മനസ്സിലായ? സ്നേഹം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും സ്നേഹം ഇതാണ്. അതായത് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹിക്കാനും ക്ഷമിക്കാനും വഹിക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്. തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹിക്കാനും ക്ഷമിക്കാനും വഹിക്കാനും കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഈ സംഗതി ഇല്ല. അല്ലാണ്ട് പണവും സമ്പത്തും ആവശ്യം നടത്തി കൊടുക്കലല്ല സ്നേഹം. ചിലപ്പോ ആവശ്യത്തിന് നോ പറയേണ്ടി വരും, അതായിരിക്കും സ്നേഹം. ആവശ്യത്തിന് നോ പറയും, ഇല്ല എന്ന് പറയുന്നതായിരിക്കും സ്നേഹം. ആ തിരിച്ചറിവിലേക്കും വെളിപാടിലേക്കും വെളിച്ചത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. നമ്മള് പ്രകാശത്തിന്റെ മക്കളായിട്ട് മാറണം. കർത്താവിന്റെ വചനം പറയാ, ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ യുഗത്തില് പ്രകാശത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് അന്ധകാരത്തിന്റെ മക്കൾ എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാ? അവര് ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറഞ്ഞ് നിന്റെ കാര്യം അതെ, നിനക്ക് സ്വർണം പൊന്ന് വെള്ളി തങ്കം അത് ഇത് പൗഡർ സോപ്പ് ചീപ്പ് കണ്ണാടി സാരി വസ്ത്രം സ്ഥലം വീട് ആന മയിലോട്ടം വണ്ടി കാറ് ചക്രം കുടച്ചക്രം ഇതൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതൊക്കെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് അന്ധകാരത്തിന്റെ മക്കള്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, ഈ കാലഘട്ടത്തിൽ പ്രകാശത്തിന്റെ മക്കളെക്കാള് ബുദ്ധിശാലികളാണ് അന്ധകാരത്തിന്റെ മക്കൾ എന്ന് പറയണേ. എന്നാ പ്രകാശത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന എന്താണെന്നറിയോ? അവർക്ക് ജ്ഞാനവും അറിവും വിവേകവും വിശുദ്ധിയും നിത്യജീവനുമാണ് ദൈവം കൊടുക്കുന്നത്. കാരണം ജനം നശിച്ചു പോയത് ജ്ഞാനമില്ലാത്തതിനാലാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജ്ഞാനം ഉണ്ടെങ്കിൽ നശിച്ചു പോകില്ല. മനസ്സിലായോ? അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അജ്ഞതയുടെ കാലഘട്ടം ദൈവം പരിഗണിക്കില്ല.
പക്ഷെ അറിവ് ലഭിച്ചതിന് ശേഷവും മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ആ മനസ്സിലായ? എന്നേക്കുമായിട്ടുള്ള ബലി യേശു ക്രിസ്തു, കർത്താവ് യേശു ക്രിസ്തു 2023 വർഷം മുമ്പ് അർപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ അനുസ്മരണമാണ് ഇന്ന് നമ്മുടെ ബലിപീഠങ്ങളിൽ നടക്കുന്നത്. ആ അത് എല്ലാ കാര്യത്തിനുള്ള ബലി അത് തന്നെയാണ്. പുതിയതായിട്ടൊരു ബലി അർപ്പിക്കപ്പെടാനില്ല. അവിടെ അത് അർപ്പിക്കുന്നവനും പരികർമ്മം ചെയ്യുന്നവനും അത് സ്വീകരിക്കുന്നവനും വിശുദ്ധി ഉണ്ടായിരിക്കണം. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ഇടക്കാലത്ത് മരിച്ചുപോയതിനും കാരണം ഇതാണ്. അയോഗ്യതയോടെ എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ശരിയാ. മനസ്സിലായോ? ആ അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ പലരും ദുർബലരും ബലഹീനരും അയോഗ്യരും അശക്തരും രോഗികളും പീഡിതരും ഇടക്കാലത്ത് മരിച്ചുപോയതിനും കാരണം ഇതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആത്മശോധന ചെയ്യാതെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ഒരാളുണ്ടല്ലോ, നമ്മുടെ സഹോദരി, ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതായപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. എന്തോ മനസ്സിലായ? അതായത് ജോഷുവയുടെ പുസ്തകത്തിൽ പറയാണ്, ഇന്നു നീ നിന്നെ തന്നെ വിശദീകരിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കും. മനസ്സിലായ? അപ്പോ ജോഷുവയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷം മുമ്പാണ്. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ടില്ല. മനസ്സിലായ? പരിശുദ്ധ കുർബാന സ്ഥാപിക്കാത്ത സമയത്ത് കർത്താവിന്റെ വചനം പറയാ, ഇന്നു നീ നിന്നെ തന്നെ വിശദീകരിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കുമെന്ന്. നിന്നെ മാർപ്പാപ്പ വന്ന് വിശദീകരിച്ചാല്, കർദിനാൾ വന്ന് വിശദീകരിച്ചാല്, മെത്രാൻ വന്ന് വിശദീകരിച്ചാല്, വികാരിയച്ഛൻ വന്ന് വിശദീകരിച്ചാല്, വചന പ്രഘോഷകൻ വന്ന് വിശദീകരിച്ചാല്, അല്ലെങ്കിൽ ശുശ്രൂഷകൻ വന്ന്, കർത്താവിന്റെ വേലക്കാരൻ വന്ന്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ വന്ന് നിന്നെ വിശദീകരിച്ചാൽ എന്നല്ല പറഞ്ഞത്. ഇന്നു നീ നിന്നെ തന്നെ വിശദീകരിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കും. അപ്പൊ തങ്ങൾക്ക് തങ്ങളെ തന്നെ വിശദീകരിക്കാൻ കഴിയുമെന്ന് വചനം തെളിയിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയാം, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. കാര്യം മനസ്സിലായോ? അപ്പോ കർത്താവിന് പ്രീതികരമായ മാർഗത്തിൽ വ്യാപരിക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കേണ്ടത്, കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടതും നിയമം അനുസരിക്കേണ്ടതും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കേണ്ടതും ഓരോ വ്യക്തികളുടെയും കടമയാണ്. കാരണം സ്വന്തം പിതാവിനും മാതാവിനും നിങ്ങൾക്ക് ജന്മം നൽകാൻ കഴിവില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയെ ദൈവം ഭൂമുഖത്തേക്ക് പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, സൃഷ്ടിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അത് തന്റെ പിതാവിന്റെ ഇഷ്ടം അന്വേഷിക്കാനാണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. തന്നിഷ്ടം കാണിച്ചാൽ കർത്താവ് പറയാ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, കർത്താവിന്റെ കോപം സാവകാശമേ വരൂ എന്ന്. എന്നാൽ കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഭയഭക്തിയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദങ്ങൾ ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുകയും ചെയ്യും. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകും. വഴി എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ അല്ല കർത്താവ് പറയുന്ന വഴി കേട്ടോ. നിന്റെ ജീവിതത്തിന്റെ ഇടനാഴികളിൽ വെച്ച് നമ്മൾ നശിച്ചു പോകാൻ കാരണമാകും.
എന്ന് പറഞ്ഞാൽ 100 വയസ്സ് വരെ ജീവിക്കേണ്ടവൻ 50 വയസ്സിൽ മരിച്ചു പോകും. 50 വയസ്സിൽ ജീവിക്കേണ്ടവൻ 25 വയസ്സിൽ മരിച്ചു പോകും. 25 വയസ്സിൽ ജീവിക്കേണ്ടവൻ 15 വയസ്സിൽ മരിച്ചു പോകും. 15 വയസ്സ് വരെ ജീവിക്കേണ്ടവൻ 7 വയസ്സിൽ മരിച്ചു പോകും. 7 വയസ്സിൽ ജീവിക്കേണ്ടവൻ 3.5 വയസ്സിൽ മരിച്ചു പോകും. 3.5 വയസ്സ് വരെ ജീവിക്കേണ്ടവൻ 1.5 വയസ്സിൽ മരിച്ചു പോകും. 1.5 വയസ്സ് വരെ ജീവിക്കേണ്ടവൻ 3 മാസത്തിൽ 6 മാസത്തിലോ മരിച്ചു പോകും. എന്നാൽ 3 മാസം 6 മാസമോ വരെ ജീവിക്കേണ്ട ആ കുഞ്ഞു പോലും ചിലപ്പോൾ ഒരുപക്ഷെ ഉദരത്തിൽ വെച്ച് മരണമടഞ്ഞിട്ടായിരിക്കും ജനിക്കുക. അപ്പൊ ചോദിക്കും, എന്ത് തെറ്റ് ആ കുഞ്ഞു ചെയ്തു എന്ന് ചോദിക്കാൻ ബുദ്ധിയുള്ള ഈ അന്ധകാര ലോകത്തിന്റെ മക്കളുണ്ട്, ബുദ്ധിശാലികള്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ കുഞ്ഞ് എന്നെ ദൈവം കൊണ്ടുപോയത്? അല്ലേ? കർത്താവ് എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന് ദൃഢനിശ്ചയമുണ്ട്. ആ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ജീവൻ കൊടുത്ത കർത്താവിന് അറിയാം അതിനെ രക്ഷിക്കാനായിട്ട്. ആരുടെയും സമ്മതവും അനുവാദമൊന്നും വേണ്ട. മനസ്സിലായ? പക്ഷെ അതിലൂടെ സംഭവിക്കേണ്ട കാര്യമുണ്ട്. ആ കുഞ്ഞിന്റെ നാശത്തിലൂടെ സംഭവിക്കേണ്ട രക്ഷാകര പദ്ധതി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഉപജ്ഞാതാക്കളുണ്ടല്ലോ. ആരാണ് അതിന്റെ കർത്താക്കള്? അവര് ഒന്ന് ശരിയാവാണ്ട് അവർക്ക് ചിലപ്പോ. മനസ്സിലായ? അവരെ ശരിയാക്കാനുള്ള വഴി കർത്താവ് ഒരുക്കും. എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും കർത്താവ് വാളയക്കും. അതാണ് പറഞ്ഞ കർത്താവ്. അതായത് വീഴാതിരിക്കാൻ വഴി തെറ്റരുത്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഭയഭക്തിയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയിലോടെ അവിടുത്തെ പാദങ്ങൾ ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുകയും ചെയ്യും. ക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചു നേരം അല്ലേ? പെട്ടെന്നായിരിക്കും അല്ലേ? പെട്ടെന്ന്. നമ്മള് സുവിശേഷങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, കർത്താവിന്റെ കോപം സാവകാശമായി വരും, അത് എപ്പോഴെങ്കിലും പറ്റും, നമുക്ക് തോന്നിയ പോലെ നടക്കാം, അല്ലേ? അങ്ങനെ ആൾക്കാരുടെ ധാരണ. ഇതിപ്പോ ഇത് കയ്യോടെ പണി കൊടുത്തോണ്ടിരിക്കുക കർത്താവ്. ഒരു തർക്കവും ഇല്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞ, അതായത് അങ്ങനെയുള്ള സന്ദേശങ്ങൾ നമുക്ക് തരാറില്ലാത്തതാണ്. അതായത് ഇവിടെ എന്താ പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായില്ല, ഉരുൾപൊട്ടല്ലേ? 3 മാസം മുമ്പ് കർത്താവ് സന്ദേശം തന്നിട്ടുണ്ടായിരുന്നു, മധ്യ കേരളത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് വേറൊരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു, ഭൂകമ്പത്തെ കുറിച്ച്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും കിട്ടാത്തതാണ് ഞാൻ ആരോടും പറഞ്ഞില്ല അത്. അപ്പൊ ആദ്യം ഭൂകമ്പത്തെ കുറിച്ചും രണ്ടാമതാണ് ഉരുൾപൊട്ടലിനെ കുറിച്ചും തന്നത്. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല, 2-3 മാസത്തിനുള്ളിൽ എന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം തന്ന മെസ്സേജ് ഭൂകമ്പാണ്, രണ്ടാമത് തന്നത് ഉരുൾപൊട്ടലാണ്. പക്ഷെ സംഭവിച്ചത് ഉരുൾപൊട്ടലാണ് ആദ്യം. മെസ്സേജ് രണ്ടാമത് കിട്ടിയതാണ്, സംഭവിച്ചത് ഉരുൾപൊട്ടലാണ്. ആരോടും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോ നടന്നപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അത് 1-2 ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉരുൾപൊട്ടല്. അപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ മറ്റേ മെസ്സേജ് എല്ലാവരോടും പറഞ്ഞു. ആ സ്ഥലവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലമല്ല പറഞ്ഞത്, സ്റ്റേറ്റ് ആണ് പറഞ്ഞത്. ഗുജറാത്തിലായിരുന്നു ഭൂകമ്പം പറഞ്ഞത്. അപ്പൊ അവരോട് എല്ലാവരും ഞാൻ അവിടെയുള്ള ആളുകൾക്ക് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ആളുകളൊക്കെ ഇന്ന അവിടെ പ്രാർത്ഥന കൂട്ടായ്മയുള്ളവരൊക്കെ, അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരോടും, അതായത് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുക, അതിലുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുക, അവയ്ക്ക് ജീവനും ആത്മാവും നൽകുന്നു എന്ന് പരിപാലിക്കുന്ന ആ സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ഏതൊരു വ്യക്തിയോടും നിങ്ങൾ പ്രാർത്ഥിക്കാൻ, അതിശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു. അവർ പറ്റുന്നവരോടൊക്കെ പറയാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു. പറഞ്ഞ സമയം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, അവരോട്. മനസ്സിലായോ? അപ്പൊ പെട്ടിമുടി ഉണ്ടായി, ദുരന്ത പ്രദേശമായിട്ടുള്ള കേരളത്തില്. അപ്പൊ ഗുജറാത്തിലെ ഭൂകമ്പം കർത്താവ് മെസ്സേജ് വന്നെങ്കിലും അത് കർത്താവ് ഒഴിവാക്കി. അതുകൊണ്ടാണ് നിനവയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്. ഇപ്പോ ഒരു 6-8 ദിവസമായിട്ട് കർത്താവ് നിനവയെ കുറിച്ച്, അതായത് യോനാ പ്രവാചകനെ കുറിച്ചാണ് കർത്താവ് തരുന്നത്. അതായത് നമ്മുടെ പ്രത്യാശ ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ ഈ ഭൂമുഖത്ത് ആരും നമ്മളെ സഹായിക്കാനോ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ പരിപാലിക്കാനോ ഒന്നും ഇല്ല എന്നൊരു തോന്നലും ഉറപ്പും ബോധ്യവും തിരിച്ചറിവും നമ്മൾക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ചിന്തിക്കുള്ളൂ, ദൈവത്തെ ഓർക്കുള്ളൂ. അതുവരെ ഓർക്കുകയില്ല. കാരണം പിന്നെ കുറച്ച് ആരോഗ്യം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടും ഓർക്കില്ല.
ഇതൊക്കെ ഇല്ലാണ്ടാകണം. ഈ ലൗകിക ലോകത്ത് ജീവിക്കാൻ വേണ്ട പരിപാടികളൊന്നും ഇല്ലാണ്ടാകുമ്പോഴാണ് ദൈവത്തെ ആലോചിക്കുള്ളൂ. ആരാണ് എന്റെ സഹായകൻ, ആരാണ് എന്റെ സംരക്ഷകൻ, ആരാണ് എന്റെ രക്ഷകൻ, ആരാണ് എന്റെ ദൈവമെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്ന അപ്പോഴാ. ആ സ്റ്റേജിൽ വന്നാലേ നിനക്ക് ബുദ്ധിയും ബോധവും അല്ലെങ്കിൽ ബോധോദയം ഉണ്ടാകുള്ളൂ. എങ്കിൽ ആ സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളത് കർത്താവിന്റെ പണിയാ. അതുകൊണ്ട് കർത്താവ് നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. കാര്യം മനസ്സിലായോ? അപ്പൊ ദൈവമാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ നമ്മൾ ആരോട് പ്രതികാരം ചെയ്യും? അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോടുള്ള കോപം, ക്രോധം, അസൂയ, പ്രതികാര ചിന്ത, അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, പക, കുബുദ്ധി, കുടിലത എല്ലാം വിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിലും കരുണയിലും നീതിയിലും സത്യത്തിലും വിശ്വസത്തിലും പ്രകാശത്തിലും ശക്തിയിലും ക്ഷമയിലും സ്നേഹത്തിലും സമാധാനത്തിലും സൗഖ്യത്തിലും വിടുതലിലും പ്രകാശത്തിലും നന്മയിലും സത്പ്രവൃത്തികളിലും ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ഏക മനസ്സും ഏകാത്മാവും ഏക ശരീരമായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തുടങ്ങുക. കർത്താവ് വെളിച്ചമായി, പ്രകാശമായി, ശക്തിയായി, കൃപയായി, നിന്റെ ജീവനായിട്ട് നിന്റെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് വന്ന് നിറയുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ പാടാൻ തുടങ്ങും. എന്താണ്? പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നീ അധിപതിയാണെന്നും ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ആമേൻ ഹല്ലേലൂയാ, ആമേൻ ഹല്ലേലൂയാ, ആമേൻ ഹല്ലേലൂയാ. യേശുവേ. അപ്പോ കർത്താവാണ് എന്റെ രക്ഷകൻ, അവിടുത്തെ ആത്മാവാണ് എന്റെ സഹായകൻ, സംരക്ഷകൻ, പരിപാലകൻ, എന്നെ ക്രമപ്പെടുത്തുന്നത്, ത്വരിതപ്പെടുത്തുന്നത്, രൂപരഹിതമായ എന്റെ ജീവിതത്തിന് രൂപം നൽകി അനുഗ്രഹിക്കുന്നതും അവിടുന്നാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് ശരീരം ധരിച്ചു വന്ന് ആത്മാവായ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് ഇനിയുള്ള നാളുകളിലൊക്കെ. അതുകൊണ്ട് ശക്തമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 2:11. കർത്താവിന്റെ വചനം ജീവൻ പ്രാപിക്കും. നമ്മൾ ശക്തമായിട്ട് കർത്താവിലേക്ക് മാത്രം തിരിയുക. ഈ ലോകത്തുള്ള ഒരുത്തനിലേക്ക് നമ്മുടെ മനസ്സോ നമ്മുടെ ശരീര ചിന്തകളോ ഒന്നും പോകരുത്. കർത്താവിലേക്ക് മാത്രം നോക്കുക. ഈ ഭൂമുഖത്തുള്ള ഒരുത്തിനും നോക്കണ്ട. പലരും പലതും പറയും, പല കുഴപ്പങ്ങളും പറയും. നമ്മുടെയും അവരുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ബാക്കിയുള്ളവരൊക്കെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മൾ കർത്താവിലേക്ക് ഈ പറഞ്ഞവരെയും പറയുന്നവരെയും കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെ കർത്താവിന് കൊടുക്കുക. കർത്താവാണ് നടപടി എടുക്കുന്ന ആള്. മനസ്സിലായ? അതായത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് കർത്താവിന്റെ ഭവനത്തിലാണ് ഇത് ആരംഭിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കാൻ. മനസ്സിലായില്ല? നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നെന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രമിക്കണ്ട. അത് കർത്താവിന്റെ ഭവനത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അപ്പൊ അവര് പറയും, കണ്ടാ അവൻ വലിയ പ്രാർത്ഥനക്കാരനായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന ഇപ്പൊ എന്തായി? അവന്റെ പെണ്ണ് ഓടിപ്പോയി, മറ്റവന്റെ പെണ്ണ് ചാടിപ്പോയി. അല്ലെ? അങ്ങനെയല്ലേ പറയാം? അത് അറിയാൻ പാടില്ല. അറിയാത്തവൻ ചൊറിയുമ്പോ അറിയും, ചൊറിയാത്തവൻ അറിയുമ്പോ ചൊറിയും. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഇരുതല വാളാണ്. എന്ന് പറഞ്ഞാൽ കുത്തുന്നവനും അതെടുത്ത് പ്രയോഗിക്കുന്നവനും എതിരെ വരുന്നവനും തങ്ങൾക്കും മുറിവേൽക്കും. കർത്താവാണ് സുഖപ്പെടുത്തുന്നവൻ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്.
അപ്പൊ അതുകൊണ്ട് സൗഖ്യം പ്രാപിക്കാനായിട്ട് കർത്താവിനെ സമീപിക്കണം. വേറെ ആർക്കും പറ്റില്ല. രക്ഷ പ്രാപിക്കാനായിട്ട് നമ്മുടെ ശാന്തിയും സമാധാനവും സൗഖ്യവും വിടുതലും വിജയവും മഹത്വവും കൃപയും എല്ലാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. അത് അറിഞ്ഞു വേണം. അവിടുത്തെ പക്കലാണ് ഈ ഭൂമുദ്ര സർവസമ്പത്തിന്റെയും ഉടയവനാണ് നമ്മുടെ കർത്താവ്. മനസ്സിലായ? അപ്പോ പിന്നെ പറഞ്ഞിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നവൻ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് വ്യക്തിയും, നീതിമാനോ ഭക്തനോ വിശുദ്ധനോ അവിടുത്തെ പ്രകീർത്തിക്കുന്നവനോ പ്രഘോഷിക്കുന്നവനോ ആര് തന്നെയായാലും അവൻ കർത്താവിനാണ് പ്രത്യാശ വച്ചിട്ടുള്ളതെങ്കിൽ അവരെ കുറിച്ചാ കർത്താവ് പറയുന്നേ. എന്തെന്നറിയോ? അവരെ തങ്ങളെ എതിർത്തവരുടെ ജഡങ്ങൾ അവർ പോയി കാണുമെന്ന്. മനസ്സിലായോ? ദൈവത്തെ അന്വേഷിക്കുന്നവരെ എതിർത്താല് ആര് എതിർക്കുന്നവന്റെ ജഡം അവര് കാണുമെന്ന്. മനസ്സിലായ? കർത്താവിനെ അന്വേഷിക്കുന്നവന്റെ അവിടുത്തെ സ്നേഹിതന്റെയോ ഭക്തന്റെയോ ദാസന്റെയോ വിശുദ്ധന്റെയോ അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തവനോ വിളിക്കപ്പെട്ടവനോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയവനോ ഒതുക്കിയവനോ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്നവനെ എതിർക്കുന്നവന്റെ ആരാണോ എതിർക്കുന്നത് അവന്റെ ജഡം ഇവൻ ആര് കർത്താവിന്റെ ഭക്തൻ ദാസൻ അങ്ങ് തെരഞ്ഞെടുത്തവൻ പോയി കാണുമെന്ന്. അല്ലെങ്കിൽ അതവൻ കേൾക്കും, അതല്ലെങ്കിൽ അവൻ അറിയും. മനസ്സിലായ? അതുകൊണ്ടാ പറഞ്ഞേ, നിന്റെ ശത്രുവിനേക്കാൾ മുൻപ് നീ പോയി ദൈവവുമായി രമ്യതപ്പെട്ടുകൊള്ളുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മുടെ പക്ഷത്ത് ഉണ്ടാകണം എന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിന്റെ പക്ഷത്താണോ എന്ന് ആദ്യം ചിന്തിക്കാം. ദൈവം ഇപ്പൊ എല്ലാവരും ഡയലോഗ് അടിക്കില്ലോ, സിനിമക്കാരൊക്കെ അടിക്കുന്ന ഡയലോഗ് എന്നത് ദൈവം നമ്മുടെ പക്ഷത്തേക്ക് ആരും എതിരേൽക്കും. ദൈവം നിന്റെ പക്ഷത്താണോ? നീ ദൈവത്തിന്റെ പക്ഷത്താണോ? ദൈവം പരമപരിശുദ്ധനാണ്. സകല കച്ചേരി നടത്തിയിട്ട് ദൈവത്തിന്റെ കൂടെ ദൈവത്തിന്റെ പേരുമാറി നടക്കാൻ നടക്കില്ലെന്ന് കർത്താവിന്റെ വചനം പറയാണ്. പിശാചിന്റെയും ദൈവത്തിന്റെയും മേശയിൽ നിന്ന് ഒരേ സമയം ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ സാധ്യമല്ല. ഒരേ സമയം എന്നെ കുറിച്ച് ദൂഷണം പറയാനും നന്മ പ്രവൃത്തി ചെയ്യാനും സാധിക്കില്ലെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ ലോകം മുഴുവനുള്ള ആൾക്കാർ പറയും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും കർത്താവിന്റെ മുമ്പിൽ ചിലപ്പോ അവൻ നീതിമാനാവും. മനസ്സിലായ? അപ്പൊ അവനെ ഞോണ്ടാൻ ചെല്ലുമ്പോ ലോകത്തുള്ള മറ്റവന്മാർക്ക് പണി കിട്ടും. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെയും മനുഷ്യന്റെയും നീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ഭാഗ്യരൂപത്തിലേക്ക് നോക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലേക്ക് നോക്കുന്നു. ഇതാണ് ഈ നീതിയിലുള്ള വ്യത്യാസം വരാനുള്ള കാരണം. മനുഷ്യൻ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് തീർപ്പ് നടത്തുന്നത്. കർത്താവാകട്ടെ ഹൃദയഭാവത്തിലേക്ക് നോക്കിയിട്ടാണ് നീതി നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നമുക്ക് നിനക്ക് ഹൃദയപൂർവകമായിട്ടുള്ള ഇഷ്ടമുണ്ടായിരുന്നു ആ പ്രവൃത്തി ചെയ്യാനായിട്ട്. കർത്താവ് അതാ നോക്കുക. മനസ്സിലായ? നീ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ, നീ ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണോ നീ ചെയ്തേ? അല്ല ആരെങ്കിലും നിന്നെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ വിരട്ടിയോ ഭീഷണിപ്പെടുത്തിയോ ആണോ നീ ഇത് ചെയ്യണേ? കർത്താവ് അങ്ങനെയാണ് ഈ ലോകവും ദൈവവുമായിട്ടുള്ള നീതിന്യായ നിർവഹണത്തിന്റെ ഒക്കെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് ഉയർത്തും. ഏത് പ്രതിസന്ധി വന്നാലും ഏത് സാഹചര്യം വന്നാലും ദൈവത്തെ വിട്ടുപേക്ഷിക്കാതെ നമ്മൾ പിടിച്ച് നിന്നോണം. അവിടുന്ന് ഉയർത്തും, തക്ക സമയത്ത് ഉയർത്തും. ഈ ഉറപ്പ് വേണം. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ നമ്മള് തകിടം പറയാൻ പാടില്ല. ഈ യോന കടലിലേക്ക് എടുത്തെറിഞ്ഞിട്ട് തിമിംഗലം വിഴുങ്ങി കൊണ്ടുപോയതാ യോനനെ. കർത്താവ് പറഞ്ഞ് കേൾക്കാണ്ട് പോയ ആളാണ് യോന.
അത് ശരി. മനസ്സിലായി? യോനനെ തിമിംഗലം വിഴുങ്ങി. അവസാനം കടലിന്റെ അല്ലേ പാതാള ഗർത്തത്തിൽ പോയിട്ട് അവിടെ കിടന്നൊരു തിമിംഗലത്തിന്റെ ഉദരത്തി കിടന്നിട്ട് അപ്പൊ ഏത് മൊബൈലിൽ ആരെ വിളിച്ചത് യോന? ഇന്റർകോൾ ചെയ്തോ? വീഡിയോ കോൾ ചെയ്തോ കർത്താവിനെ? അതേതെങ്കിലും മാർപ്പാപ്പിനെ ബിഷപ്പിനെയോ കർദിനാളിനെ ആരെങ്കിലും വിളിച്ചോ? അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ വിളിച്ചോ? നമ്മൾ തിരിച്ചറിയണം നിന്റെ പൂർണ്ണമായിട്ടുള്ള ആ നമ്മുടെ നോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക നേത്രം ഹൃദയപൂർവകമായിട്ട് കർത്താവിലേക്ക് തിരിയുമ്പോ ദൈവം ഇടപെടുന്ന രീതികൾ മാറിപ്പോകും. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യട്ടാ, നിങ്ങളിൽ വിശുദ്ധി നിറയാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ നിറം മാറും, ഗുണം മാറും, മണം മാറും. നിറം മാറും, ഗുണം മാറും, മണം മാറും. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് നമ്മിൽ വിശുദ്ധി നിറയാം. അവിശുദ്ധി നിറയുമ്പോഴാണ് ജീവൻ നിറയും, ദൈവത്തിന്റെ ആത്മാവ് നിറയും, കൃപ നിറയും. ഈ കാര്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ജാതി പെരുന്നാള് ശുശ്രൂഷയായി ചെയ്യാ ആ വ്യക്തി. മനസ്സിലായ? അല്ലാത്തവനെ ശുശ്രൂഷ ചെയ്യുമ്പോ പണി കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? അപ്പൊ ആ ശുശ്രൂഷയും ഈ കൃപ നിറഞ്ഞിട്ടുള്ള ശുശ്രൂഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം കർത്താവിന്റെ വേല തന്നെയാ കേട്ടോ. ഇത് പണി കൊടുക്കണ വേലയും പണി മേടിക്കണ വേലയും ഉണ്ട് കർത്താവിന്റെ. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയണം, അതിനെ അന്വേഷിക്കണം, അതിനു വേണ്ടി അധ്വാനിക്കണം. അതറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ പോവുക. ലോകത്തുള്ളവന്മാരെ സൗകര്യമൊന്നല്ല നമ്മൾ നോക്കേണ്ടത്. കർത്താവിന്റെ ഇഷ്ടം എന്താണ്, കർത്താവിന്റെ വചനം എന്താണ്, കൽപ്പന എന്താണ്, നിയമം എന്താണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിലേക്ക് നമുക്ക് നല്ല കോൺസെൻട്രേഷൻ, നല്ല ശ്രദ്ധ നമ്മൾ കൊടുക്കണം. എന്റെ അമ്മയോ ഈശോയെ, അയ്യോ ഈശോയെ, നടുവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടോ? കാലിന് എളിക്കോ എന്തെങ്കിലുമൊക്കെ? എന്തോ എളിക്കോ നടുവിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ? ഈ വിളിക്ക് ഉണ്ടോ നേരത്തോട്ടുള്ള വിളിക്ക് അങ്ങനെയല്ല. വിളിക്ക് ഉണ്ട്. എളിക്കുണ്ടോ? കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത് കേട്ടോ. എളിക്ക് ഉണ്ട്. എളിക്കാണോ എടുപ്പിനാണോ? ആ നടുവിനാ? നടുവിന്. അവിടെ കർത്താവ് ഇടപെടുന്നുണ്ട് കേട്ടോ. കർത്താവ് ഇടപെടുന്നുണ്ട്. നമ്മള് ചെയ്യേണ്ട കാര്യം നമ്മള് സർവശക്തി, അതായത് വചനം പറയുന്ന പോലെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തെ അങ്ങോട്ട് അന്വേഷിക്കാനും വിളിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പില്ലേ കാര്യങ്ങളൊക്കെ മാറും. ഞാൻ പറയാനിനി നമ്മള് നമ്മെ കടന്നുപോയവരെ കുറിച്ച് ഒരു ചിന്തയോ ഒരു ദുഃഖമോ നിരാശയോ വേദനയോ ആകുലതയോ ഭയോ അങ്ങനെയുള്ള ഒരു കാര്യം വേണ്ട ഇനി. കണ്ട, അതൊക്കെ വിട്ടിട്ട് നമ്മൾ കർത്താവിലേക്ക് തിരിയാം. അതിനെ കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ തല പോകാനോ പോണ്ട. നമ്മൾ കർത്താവിലേക്ക് തിരിയുക, പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. മനസ്സിലായോ? ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്തോളുന്ന്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തനും കഴിവില്ലെങ്കിൽ ഒരുത്തനും ജന്മം കൊടുത്ത ആരാ? ജന്മം കൊടുത്ത കർത്താവിനറിയാം നമുക്കുള്ളത് നമ്മുടെ അടുത്ത് വരും. നിന്നെ സ്നേഹിക്കുന്നവൻ നിന്റെ വാക്കുകൾ അനുസരിക്കും. നിന്നെ സ്നേഹിക്കുന്നവൻ നിന്റെ ഇഷ്ടം അന്വേഷിക്കും. അങ്ങനെയല്ലാത്തവരൊന്നും നമ്മെ സ്നേഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവരൊന്നും നമ്മെ സ്നേഹിക്കുന്നില്ല. അതാദ്യം തിരിച്ചറിയാം. അങ്ങനെ ആ തിരിച്ചറിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മിലേക്ക് ദൈവസ്നേഹം വരാം. നമ്മിലേക്ക് ദൈവസ്നേഹം വന്നാൽ അതിന്റെ പ്രത്യേകത ദൈവസ്നേഹം പിന്നെ കവിഞ്ഞൊഴുകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോടിലൂടെയാണ് പിന്നെ അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങുക.
മനസ്സിലായോ? ആ. കേട്ടോ? കേട്ടു. ആ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇതൊന്നും ചുമ്മാ പറയുന്ന ഒരു കാര്യമില്ല അതിനകത്ത്. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആണ് ഒരാളുടെ ക്യാൻസർ മാറിയതൊക്കെ. മനസ്സിലായോ? ഇങ്ങനെ ഫോണില് ഞാൻ അടുത്തേക്ക് പോവേ ആളെ കാണുക കേക്ക് തൊടുകയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ക്യാൻസർ മാറി. മനസ്സിലായോ? അയാളത് മാറി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അയാൾക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ അറിയുന്ന അയാൾ മാറി എന്ന് പറഞ്ഞപ്പോഴാണ്. മനസ്സിലായോ? അപ്പൊ അതുപോലെ ദൈവം പ്രവർത്തിക്കും. അതായത് ദൈവം നമുക്ക് തന്ന അവസരമാണ്. ആ അവസരം നമ്മൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. പറഞ്ഞ പോലെ അണുകിട മാറാണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യേ. കർത്താവ് ഇടപെട്ടുള്ള കാര്യം 37 ദിവസം കർത്താവ് സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പറഞ്ഞിരിക്കണം കേട്ടോ. നമ്മള് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അണുകിട മാറാണ്ട് നമ്മള് കൃത്യമായിട്ട് എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളും വചനമൊക്കെ വായിക്കുക. ആ ബാറൂഖിന്റെ പുസ്തകമൊക്കെ ശക്തമായിട്ട് വായിക്കുക. ബാറൂഖിന്റെ പുസ്തകമൊക്കെ എല്ലാ പ്രാർത്ഥനയും നമ്മള് സ്വരം ഉയർത്തി ചെല്ലുക. മൗനമായിട്ടൊന്നും ചെല്ലണ്ട. പിന്നെ തെറ്റാതെ ചെല്ലാൻ നോക്കണം പ്രാർത്ഥനയൊക്കെ കേട്ടോ. ചില ആളുകളൊക്കെ ചെല്ലുമ്പോൾ ചില സംഗതികളൊന്നും ഇല്ല. മനസ്സിലായില്ല? പരിശുദ്ധ ഞാൻ പറയുന്നത് ചില പരിശുദ്ധി ഉണ്ടാവില്ല, മറിയം മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ചിലവര് പരിശുദ്ധാത്മാവില്ലാത്ത പ്രാർത്ഥനകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടുള്ള തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുടെ കാര്യത്തിൽ നമുക്ക് ദൈവം ഇടപെടാൻ തീരുമാനിച്ച ആളുകളുടെ കാര്യത്തിലൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചറിവ് ദൈവം തന്നിട്ടുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ച് അവന്റെ പണി എന്ന് പറഞ്ഞാല് പിശാചിന്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താതിരിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് അവൻ കളിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും അശുദ്ധമാക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവൻ കുതന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവും ദൈവത്തിലേക്ക് തിരിച്ചു പോയില്ല. മനസ്സിലായ? പിന്നെ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ചുള്ള നിത്യജീവനും ഇല്ല. അതാണ് തിരിച്ചറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമ്മൾ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും കർത്താവാണ് എല്ലാം ക്രമപ്പെടുത്തുക. അത് നമ്മൾ തീരുമാനിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് മുന്നോട്ട് പോവാ. ഓക്കെ? അപ്പോ ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. ഓക്കെ? എന്തെങ്കിലും പറയണ്ട ഇനി? എന്തെങ്കിലും പറയണ്ട? അല്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോന്ന്? ഒരുപാട് മാറ്റമായി. തലക്കൊരു വെളിവായി. അതൊക്കെ വരുമെന്നേ. വെളിവൊന്നല്ല, വെളിച്ചും വലിയ പ്രകാശമൊക്കെ വരും. മനസ്സിലായ? അനുഭവങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ കിടന്നു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഈ ഉറപ്പ് ഇല്ലാണ്ടാണ് നമ്മള് പ്രാർത്ഥന അങ്ങനെ അവരന്വേഷിച്ചു അവരോട് പ്രാർത്ഥിക്കാൻ പറയും, ഇവരോട് പ്രാർത്ഥിക്കാൻ പറയും. എല്ലാവരും പ്രാർത്ഥനയും കേൾക്കും. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ. മനസ്സിലായ? ഒരപ്പന് 16 മക്കളുണ്ടായിട്ട് 16 മക്കള് പറഞ്ഞാലും ആര് പറഞ്ഞാലും അപ്പം കേൾക്കില്ലേ? 780 കോടി ജനമുണ്ടെന്ന് പറഞ്ഞ വിശുദ്ധിയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവര് പ്രാർത്ഥന നിലവിലേക്ക് ദൈവം കേൾക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. മനസ്സിലായില്ല? നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഒന്നിലേക്കും ഒരു പരിപാടിയിലേക്ക് നമ്മൾ പോകരുത്. മനസ്സിലായ? ശരീരവും മനസ്സും അശുദ്ധമായി കഴിഞ്ഞാൽ ആത്മാവും അശുദ്ധമാണ്. ഓക്കെ? അപ്പൊ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ദൈവാനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ.